KK രമയെ ആസ്ഥാന വിധവ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ ഈ ശൈലജയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത വൃന്ദാകാരാട്ടും ഉണ്ടായിരുന്നില്ല. ലതികാ സുഭാഷിനെ അച്യുതാനന്ദൻ അധിക്ഷേപിച്ചപ്പോഴും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഈ അതിജീവിതയെ മെഡിക്കൽ കോളേജിൽ വെച്ച് പീഡിപ്പിച്ച IC യൂണിറ്റിൽ വെച്ച് പീഡിപ്പിച്ച സർജറി കഴിഞ്ഞ് കിടന്ന ആ അതിജീവിതയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇവർ. അപ്പോഴും ഇവരെ ആരെയും കണ്ടില്ല, ഈ സ്ത്രീപക്ഷവാദികളെ ആരെയും കണ്ടില്ല. കയ്യൂർ സമരനായകനായ കണ്ണൻ്റെ കൊച്ചുമോൾ രാധ വന്ധ്യവയോധിക തേങ്ങയിടാൻ പോയപ്പോൾ CPM-കാർ നടത്തിയ അസഭ്യവർഷം അപ്പോഴും കേട്ടില്ല. ആ സ്ത്രീയെ അപമാനിച്ചപ്പോഴൊന്നും ഇവർക്ക് പൊള്ളിയില്ല. അപ്പോൾ ചിത്രലേഖയുടെ ഓട്ടോറിക്ഷ കത്തിച്ചപ്പോഴും ഇവരുണ്ടായിരുന്നില്ല. ഉമാ തോമസിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM സംഘടനാ നേതാവ് അധിക്ഷേപിച്ചല്ലോ. ഭർത്താവ് മരിക്കുമ്പോൾ തീയിലേക്ക് എടുത്തു ചാടുന്നത് സതി, ഭർത്താവ് മരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് എടുത്തു ചാടുന്നത് കൊതി എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെൻ്റ് ഇട്ട് വിധവയായ ആ സ്ത്രീയെ അപമാനിച്ചില്ലേ? ഹരിതാ ബാബുവിനെ അപമാനിച്ചില്ലേ? ബിന്ദു കൃഷ്ണയെ അപമാനിച്ചില്ലേ? രമ്യ ഹരിദാസിനെതിരായി വിജയരാഘവൻ സംസാരിച്ചപ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു? ഈ എത്ര നിങ്ങളുടെ വനിതാ മാധ്യമ പ്രവർത്തകരെ ഇവരെല്ലാവരും എത്രമാത്രമാണ് ഈ സൈബർ ഇടങ്ങളിലൂടെ ആക്രമിക്കുന്നത്. ഞങ്ങളത് ഒരിക്കലും ചെയ്യാറില്ല, അത് ചെയ്താൽ അത് പ്രോത്സാഹിപ്പിക്കുകയില്ല. എന്നിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് തോക്കാൻ നേരത്ത് അവസാനത്തെ ആഴ്ച തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ മന്ത്രി P. രാജീവ് ആരോപണം ഉന്നയിച്ചു. അവിടുത്തെ LDF സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള ഒരു ഫിലിം ഞാൻ ഉണ്ടാക്കി വ്യാജമായി നിർമ്മിച്ച് സമൂഹ മാധ്യമം, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി ഈ വ്യാജ ഫിലിം അശ്ലീല ഫിലിം ഉണ്ടാക്കുന്നതല്ലേ? വ്യവസായ മന്ത്രിയാണ് അന്ന് ആക്ഷേപം ഉന്നയിച്ചത്. എന്നിട്ട് അതിന് ജനങ്ങൾ കൊടുത്ത മറുപടി കണ്ടല്ലോ. ഇവരുടെ പാർട്ടിയാണ്, സ്വന്തം പാർട്ടി ജില്ലാ സെക്രട്ടറി കിടക്കുന്ന കട്ടിലിൻ്റെ അടി കൊണ്ട് ക്യാമറ വെക്കുന്ന ആളുകളാണ് CPM-കാർ. അത്രയൊന്നും കോൺഗ്രസും UDF ഒന്നും ഒരു കാലത്തും അധപ്പതിക്കില്ല. ഒരാളെ അവമാനി ഞങ്ങൾക്ക് എന്തിനാണ്?